ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു മൈ ക്ലാസ്. 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഹം പങ്ചി ഉന്മുത്ത് ഗഗൻ കെ എന്ന കവിത പരിചയപ്പെടാം. ശിവമംഗൽ സിംഗ് സുമൻ की एक कविता है हम पंछी उन्मुक्त गगन के. ശിവമംഗൽ സിംഗ് സുമൻ എഴുതിയ കവിതയാണ് ഹം പങ്ചി ഉന്മുത്ത് ഗഗൻ കെ. മനുഷ്യരെ പോലെ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും പക്ഷികളും മൃഗങ്ങളും എല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ ഒരു പക്ഷിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് കവി വർണ്ണിക്കുന്നത്. ഹം പങ്ചി ഉന്മുക്ത് ഗഗൻ കെ പിഞ്ചർ ബത്ത് ന ഗാ പായേംഗെ കനക തീലിയോം സെ ടക്കരാക്കർ പുളകിത് പങ്ക് ടൂട്ട് ജായേംഗെ. വിശാലമായ ആകാശത്തിൽ സ്വതന്ത്രയായി പാറിപ്പറക്കുന്ന പക്ഷികളാണ് നമ്മൾ. നമുക്ക് പറക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി നമ്മളെ കൂട്ടിലടച്ചാൽ നമ്മൾ സന്തോഷത്തോടെ എങ്ങനെ പാടും? പറക്കാനുള്ള ആഗ്രഹത്താൽ നമ്മൾ ചിറകടിക്കുമ്പോൾ നമ്മുടെ ചിറകൾ ഈ കൂട്ടിലെ കമ്പികളിൽ തട്ടി പൊട്ടിപ്പോകുന്നു. ഇവിടെ കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷി തൻ്റെ ദുഃഖം മനുഷ്യരോട് പറയുകയാണ്. ഹം ബഹ്താ ജൽ പീനേ വാലേ मर जाएंगे भूखे प्यासे कहीं फली है कड़क निभोरी खन कटोरी के मैदा से. हम बहता जल पीने वाले मर जाएंगे भूखे प्यासे. വീണ്ടും പക്ഷി തൻ്റെ ദുഃഖം പറയുകയാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളാണ് നമുക്ക് ഏറ്റവും പ്രിയം. അതല്ലാതെ കൂട്ടിൽ നിങ്ങൾ നൽകുന്ന വെള്ളം കുടിക്കാൻ നമുക്ക് ഒട്ടും താല്പര്യമില്ല. പ്രകൃതിയിൽ നിന്ന് വരുന്ന ആ ജലം കുടിക്കാനാണ് നമുക്ക് ഇഷ്ടം. ഈ കൂട്ടിൽ കിടന്ന് നമ്മൾ വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും മരിക്കുകയേ ഉള്ളൂ. കഹീം ഫലേഹെ കടുക് നിപോരി കന കടോരിക്ക് മൈദാസെ. ഇവിടെ പക്ഷി പറയുന്നത് മനുഷ്യർ നൽകുന്ന സ്വാദിഷ്ടമായ ഭക്ഷണത്തേക്കാൾ അവർക്ക് പ്രിയം കാട്ടിൽ നിന്ന് ലഭിക്കുന്ന കയ്പുള്ള ഫലങ്ങൾ തന്നെയാണ്. स्वर्ण श्रृंखला के बंधन में अपनी गति उड़ान सब भूले बस सपनों में देख रहे हैं तरु की फुनगी पर के चूले. വളരെ കാലം കൂട്ടിലകപ്പെട്ട പക്ഷിക്ക് തൻ്റെ പറക്കൽ ഗതി കൂടി മറന്നുപോയിരിക്കുകയാണ്. വൃക്ഷത്തിൻ്റെ ഏറ്റവും ഉയർന്ന കൊമ്പിൽ ഊഞ്ഞാലാടുന്നത് അവൻ്റെ ഒരു സ്വപ്നമായി മാറി. ഐസേ തേ അർമാൻ കി ഉടുത്തേ നീല നബക്കി സീമാ പാനി ലാല കിരൺ സി ചോഞ്ച് ഖോൽ ചുഗത്തെ താരക് അനാർ കെ ദാനി. ഈ കൂട്ടിൽ അകപ്പെടുന്നതിന് മുമ്പ് പക്ഷി താൻ അനുഭവിച്ച സുന്ദര നിമിഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നീലാകാശത്ത് പാറിപ്പറന്ന് നടക്കാനും ആകാശത്തിൻ്റെ അറ്റം വരെ പോകാനും പക്ഷിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. തൻ്റെ ചുവന്ന ചുണ്ടുകൊണ്ട് താരകം പോലെയുള്ള അനാർ മാതളം കുത്തി തിന്നാനും പക്ഷിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. होती सीमाहीन क्षितिज से इन पंखों की होड़ा होड़ी या तो क्षितिज मिलन बन जाता या ठंडी सांसों की डोरी. നമ്മൾ സ്വതന്ത്രയായിരുന്നുവെങ്കിൽ ആകാശത്തിൽ പാറിപ്പറന്ന് മറ്റ് പക്ഷികളെയെല്ലാം തോൽപ്പിച്ച് മുന്നോട്ട് പറന്ന് ക്ഷിതിജ് വരെ എത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ക്ഷിതിജ് എന്ന് പറയുന്നത് ആകാശവും ഭൂമിയും കൂട്ടിമുട്ടുന്ന സ്ഥലം, ഹൊറൈസൺ. ക്ഷിതിജ് വരെ എത്തുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ പ്രാണൻ വെടിയാൻ കൂടി പക്ഷികൾ തയ്യാറാണ്. പക്ഷികൾ ആകാശത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ എത്താൻ ആഗ്രഹിച്ചിരുന്നു. നീട് ന ദോ ചാഹെ ടഹനെ കാ ആശ്രയ ഛിന്ന ഭിന്ന കർ ഡാലോ ലേക്കിൻ പങ്ക് ദിയേ ഹേ തോ ആകുൽ ഉഡാൻ മേ വിഘ്ന ന ഡാലോ. ഇവിടെ പക്ഷി മനുഷ്യരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, അപേക്ഷിക്കുകയാണ്. വൃക്ഷത്തിൽ നമ്മൾ കൂട് കൂട്ടുന്നത് നമുക്ക് തടയാം, നമ്മളുടെ ആശ്രയം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താം. പക്ഷേ ഈശ്വരൻ നമുക്ക് നൽകിയ ഈ ചിറക് അത് ഉപയോഗിച്ച് നമ്മൾ സ്വതന്ത്രയായ ആകാശത്ത് പറക്കുന്നത് നിങ്ങൾ ഒരിക്കലും തടയരുത് എന്നാണ് പക്ഷി മനുഷ്യരോട് അഭ്യർത്ഥിക്കുന്നത്. ഈ കവിതയിൽ കൂടി കവി ശിവമംഗൽ സിംഗ് സുമൻ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. താങ്ക് യു.